മുരുകേരെ മക്കുബേരന്റെ അരുവിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോണ്ട് കുതിരയെ കൊണ്ടവർ എന്ന് ഏതോ ഒരു മാലയില് മഞ്ഞക്കുളന്റെ ഒരു മാലയില് കാണാൻ കഴിഞ്ഞു. അല്ല ചിന്തയുടെ ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുങ്ങളും ചിന്തിച്ചു കാണി എന്തിനാണ് ആ സാധു കുതിരകൾ കൊന്നത്? നിങ്ങൾക്ക് കറാമത്തുണ്ടെങ്കിൽ ആ കുറ്റിയർത്ഥ മനുഷ്യനല്ലാതെ ഓനെ കൊല്ലൂടെ അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത മനുഷ്യന്മാർ ഈ കറാമത്താറിട്ട് വെറുതെ ആ കുതിരനെ കൊല്ലാൻ തുടങ്ങുന്നത്. ഒരു നേരെ മക്കുബേറിന്റെ അരികിൽ തീവണ്ടിക്ക് കുറ്റി തറച്ചോണ്ട് കുതിരയെ കൊണ്ടോവർ. ഇതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കിട്ടും. ബേജാറല്ലേ, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ കിട്ടുള്ളൂ. ഇത് മാത്രം ഒരു പെട്ടെന്ന് അറിയാമല്ലോ. ഏതാപ്പത് മാല നമ്മളെ മഞ്ഞക്കുളം മാല ഞാൻ ഇങ്ങനെ മുഖാമൂത്തിന് പോകുമ്പോൾ 333 വകകൾ കൊണ്ടുപോല എന്നാ പിന്നെ ഇസ്കാല് വേണ്ടല്ലോ. അപ്പൊ ഇതിലുണ്ട് മുജാഹിദ് ഓരോ ദിവസം അറ്റടിച്ചിങ്ങനെ വിടുക. 333 വക, 444 വക, 555 വക, 666 വക, 877 വക, 888 വക, 999 വക, 1711 വക. അങ്ങനെ അവരെ മുജാഹിദ് പറ്റുള്ളൂ. ഈ മാലയും മൗലിദും പടത്തോനെ അത് ഏറെ ശിർക്കാണ്, കുഫറാണ് എന്ന് മഹത്തറല്ല, അത് ഭയങ്കര കൊടിയ ശിർക്കാണ് എന്ന് പറയാറുള്ളത് മുജാഹിദുകളാണ്. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഈ മാലയും മൗലിദും മുഴുവനും അച്ചടിച്ച് വിടുന്നതോ അതും മുജാഹിദിന്റെ പ്രശ്നം. ഉളുപ്പുണ്ടെങ്കിലോ ആദ്യം നിർത്തല്ലേ വേണ്ടത്. എന്നിട്ട് പോലെ നിങ്ങൾക്ക് തൗഹീദ് പ്രചരണം നോക്കി. നിങ്ങൾ ഇത് അച്ചടിച്ചത് എന്താ അറിയോ? ഇത് തീവ്രങ്ങാടി CH പ്രസ് അച്ചടിച്ചതാ. CH പ്രസ് എന്ന കടുത്ത അവിടെ വഹാബിസം പ്രചരിപ്പിക്കുന്ന പ്രസ്സാണ് ഈ പ്രസ്. അപ്പൊ തൗഹീദിന് വേണ്ടി ഖുർആന്റെ സുന്നത്തിന്റെ കേട്ടുകെട്ട് ഇത് നടുക്കണ്ടായിട്ടുണ്ട് ഇറങ്ങി വരുന്ന കൂട്ടര. ഇവരാണ് ഈ തൗഹീദ്, ഈ വിരുദ്ധമായ ശിർക്കിന്റെ ഖണ്ഡ കോടാലിയായ ഈ മാലകളും മൗലിദുകളും ഒക്കെ അച്ചടിച്ചു വിടുന്നത്. സഹോദരന്മാരെ, അതിൽ മുജാഹിദുകൾ തന്നെ അച്ചടിച്ചു വിടുന്ന ഈ മൗലിദ് കിതാബിൽ മഞ്ഞക്കുളം മാലയിൽ കാണാം ഒരു വരി. എന്താണ്? വണ്ടിക്ക് കുറ്റി തറച്ചോന്റെ കുതിരയെ കൊന്നോവർ. ഒരു വരി. എന്താണത്? മഞ്ഞക്കുളം ശൈലിന്റെ മഹത്വമായി കറാമത്തായി പറയുന്നത് ഗുരുവരുടെ മക്ബറയുടെ അരികിൽ ആ മക്ബറ പൊളിച്ചിട്ട് അവിടെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കുറ്റി തറച്ചു. അവിടെ റോഡും വഴിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മക്ബറ പൊളിച്ചിട്ട് ഇതിനു വേണ്ടി കുറ്റി തറച്ചപ്പോ പഴയ കാലത്താണ് ഗുരുവേരെ മക്ബറന്റെ അരികിൽ വണ്ടിക്ക് കുറ്റി തറച്ചോണ്ട് കുതിരയെ കൊന്നോവർ. അതിനെ തീവണ്ടി പോകാതെ ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറ്റി നിറച്ചപ്പോ ആ കുറ്റി നിറച്ച ആളെയല്ല കൊന്നത് കറാമത്തുകൊണ്ട്, അയാളെ കുതിരനെയാണ് കൊന്നത്. അപ്പൊ ഇയാളെ ചോദ്യം, നിങ്ങൾ ഈ വലിയ കറാമത്തുണ്ടെങ്കിൽ കുറ്റി തറച്ച ആളിനെ കൊല്ലേണ്ടത്, കുതിര പാവം സാധു എന്ത് തെറ്റ് ചെയ്തു? പ്രസക്താണെന്ന് നമുക്കും തോന്നിപ്പോ അല്ലെ? ശരിയാണ്. പാവം മിണ്ടാപ്രാണിയായ ആ ജീവിയെ നമ്മൾ എന്ത് കൊന്നു എന്നത് സ്വാഭാവികമായും മുജാഹിദ് പറയാറുള്ളതാണ്. സാധാരണഗതിയിൽ ആ സാധാരണക്കാരായ ആളുകൾക്ക് അത് സംശയം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ സഹോദരന്മാരെ, നമ്മൾ പ്രാമാണികമായി ചിന്തിച്ചു നോക്കിയാൽ അതിന് യാതൊരു തകരാറില്ല. വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ പലരെയും അധികാരപ്പെടുത്തുകയാണ്. അങ്ങനെ വളരെ ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനാം പ്രഖ്യാപിച്ചത് കൊണ്ട് പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാനുള്ള ശ്രമമാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ മദീനയെ ലക്ഷ്യമിട്ട് പോകുന്ന വഴിയെ പിന്നാലെ റസൂലുള്ളാഹിയെ പിന്തുടരുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ആ മനുഷ്യൻ ഇതാ സന്തോഷം കൊണ്ട് പുളകിതരാകുന്നു. ആ പ്രഖ്യാപിച്ച ഇനാം 100 ഒട്ടകം ഞാൻ മുഹമ്മദിനെ പിടിച്ച വകയിൽ ഞാൻ സ്വായത്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖുറാഖത്ത് ഇബ്നു മാലിക് സന്തോഷഭരിതനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചില്ല എന്ന രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ആ കുതിരയ്ക്ക് പിന്നാലെ ഈ ഖുറാഖത്ത് ഇബ്നു മാലിക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് ഹദീസിൽ കാണാം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാനല്ല വ്യാജേന വന്ന സുറാഖത്ത്, ആ സുറാഖത്തിന്റെ വാഹനമാകുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷിക്കാൻ കഴിയോ? ഹദീസല്ലേ, ചരിത്രമല്ലേ, മുജാഹിദിനെ തന്നെ അംഗീകരിച്ച ചരിത്രമല്ലേ? സുറാഖത്താണ് തനിച്ചുപോയി തന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു. യാ മുഹമ്മദ്, മുഹമ്മദേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് വിലപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്തുള്ളാഹി അലൈഹി ആയതുകൊണ്ട് നബി തങ്ങൾ ഈ ദയനീയ രംഗം കണ്ടപ്പോ തങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് കൈ പിടിച്ചിട്ട് രക്ഷപ്പെടുത്തി. നേരിൽ മെനക്കെടരുത് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ ഈ പിടിക്കില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടപ്പോ അയാൾക്ക് പിന്നീട് തോന്നില്ല, അല്ലല്ലോ എന്റെ 100 ഒട്ടകം പോയല്ലോ, ഞാനത് ഒന്നുകൂടി ശ്രമിക്കട്ടെ എന്ന് കഴിഞ്ഞ് അപ്പോഴേക്ക് റസൂലുള്ള വീണ്ടും പോയി. ഇയാളെ കുതിരനെ വീണ്ടും പുറത്തു മുഹമ്മദ് നബിയെ പിടിക്കാൻ വേണ്ടി വീണ്ടും പോവുകയാണ്. അടുത്തെത്താൻ നേരത്ത് റസൂലുള്ളാഹി തങ്ങളെ പിടിക്കാനുള്ള രംഗത്തോടെ പോകുന്ന സുറാഖത്തിന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി പോകുന്നു. സഹോദരങ്ങളെ, 2 തവണയല്ല 3 തവണ ഇതുപോലെ സംഭവിക്കുന്നു. ചുരുക്കി ഞാൻ പറയട്ടെ, അങ്ങനെ 3 തവണ സംഭവിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ 3-ാം തവണ അദ്ദേഹം നിലവിളിച്ചു, അങ്ങേയറ്റം ഖേദിച്ചു. അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ മനുഷ്യൻ ഇദ്ദേഹത്തിനല്ലേ നശിപ്പിക്കേണ്ടത്, ഇദ്ദേഹത്തിനല്ലേ പീഡിപ്പിക്കേണ്ടത്? എന്തിനാണ് ഇദ്ദേഹത്തിന്റെ പാവം നിന്ദാപ്രാണിയായ ഈ കുതിരയെ വിഷമിപ്പിക്കുന്നു? എന്തിനാണത്? നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശത്രുത ഉണ്ടാകും. അയാളെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്, അയാളുള്ള ഈർഷ്യയുടെ ഭാഗമാണ് അയാളെ സമ്പത്തും അയാളെ മറ്റു സംഗതികളൊക്കെ. അപ്പൊ ആ സമ്പത്ത് നശിപ്പിക്കലും സമ്പത്ത് പിടിക്കലും ഒക്കെ അയാളെ പീഡിപ്പിക്കുന്നതിന്റെ അതിന് സമാനമാണ്. അത് എല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ആ സുറാഖത്തിന്റെ കാലുകൾ അല്ലാതെ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ പാവപ്പെട്ട ആ മിണ്ടാപ്രാണിയായ കുതിരയുടെ കാലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചതാണ്, ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ വസ്തുവിനെ സമ്പത്തിനെ നശിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ കുതിര വിഷമം സംഭവിച്ചതും അത് മരിച്ചതും. അതാണ് മക്ബറന്റെ അരികിൽ ഗുരുവേറെ മക്ബറന്റെ അരികിൽ തീവണ്ടിക്ക് കുറ്റിയടിച്ചോണ്ട് കുതിരയെ കൊന്നോവർ എന്ന് കുഞ്ഞികളെ മാലയിൽ